ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വചന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വാസത്താൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത വിശ്വാസവീരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന അനേകരുടെ ചരിത്രം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മീയ വർധനവിനായിട്ട് നൽകി തന്നിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങൾ നാം ചിന്തിക്കുകയായിരുന്നു. വിശ്വാസത്താൽ രാജ്യങ്ങൾ കീഴടക്കിയവരുണ്ട്, നീതി പ്രവർത്തിച്ചവരുണ്ട്, വാഗ്ദത്തം പ്രാപിച്ചവരും സിംഹങ്ങളുടെ വായ അടച്ചവരുമുണ്ട്, തീയുടെ ബലത്തെ കെടുത്തിയവരും വാളിൻ്റെ വായ്ത്തലയ്ക്ക് തെറ്റി ഒഴിഞ്ഞു പോയവരും, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചവരും, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നവരും, ശത്രു സൈന്യങ്ങളെ ചിതറിച്ച് കളഞ്ഞവരും, അങ്ങനെ അമാനുഷികമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത അനേക ഭക്തന്മാരുടെ ചരിത്രം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ചില സ്ത്രീകൾക്ക് വിശ്വാസത്താൽ തങ്ങളുടെ മരിച്ചവരെ ജീവനോടെ തിരിച്ചു കിട്ടി എന്ന് പോലും എഴുതിയിരിക്കുന്നു. എന്നാൽ ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസ ജീവിതം നയിക്കുന്നവർക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. അമാനുഷികമായ അത്യുജ്വലമായ മറ്റാരും ചെയ്യാത്ത പല കാര്യങ്ങൾ ചെയ്ത വിശ്വാസവീരന്മാർ എപ്പോഴും നമുക്ക് അഭിമാനമാണ്. നമുക്കവരുടെ പ്രവൃത്തികൾ മാതൃകയാക്കുവാൻ പറ്റുന്നതുമാണ്. എന്നാൽ വിശ്വാസത്താൽ ഒരുപാട് വേദനകളും യാതനകളും അവസാനം വരെ സഹിച്ചു നിന്നവരുടെ ചരിത്രം കൂടെ എബ്രായ ലേഖനകർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 36 മുതൽ ഉള്ള വാക്യങ്ങളിൽ വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഈ കൂട്ടരും വലിയ വിശ്വാസമുള്ളവരാണ്. വിശ്വാസവീരന്മാരുടെ പട്ടികയിലാണ് കഷ്ടതയുടെ ആഴത്തിലൂടെ കടന്നു പോകുന്ന ഈ വിശുദ്ധന്മാരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമാനുഷികമായ കാര്യങ്ങളൊന്നും അവർക്ക് അവകാശപ്പെടുവാനില്ല. എന്നാൽ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം നിമിത്തം പരിഹാസവും ചമ്മട്ടയും ചങ്ങലയും തടവും അനവധി പരീക്ഷകളും വന്നപ്പോൾ അതൊക്കെ സന്തോഷത്തോടെ സഹിക്കുവാൻ അവരിലുള്ള ദൈവവിശ്വാസത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അവർക്കെന്നും കഷ്ടതകളാണ്, പരിശോധനകളാണ്, ചങ്ങലയും തടവും ഒക്കെയാണ്. പക്ഷേ അവർക്ക് ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം അവസാനം വരെ ഈ അനുഭവങ്ങൾ ആയിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അവസാനം വരെ അവർ മുറുകെ പിടിച്ചു. കല്ലേറേറ്റവരെക്കുറിച്ചും ഈർച്ചവാളാൽ അറക്കപ്പെട്ടവരെക്കുറിച്ചും വാളാൽ കൊല്ലപ്പെട്ടവരെക്കുറിച്ചും ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചവരെക്കുറിച്ചും കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞവരെക്കുറിച്ചും ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്നവരെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്. മറ്റുള്ള മനുഷ്യർ നോക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ഭൗതിക ഉയർച്ചകളോ ശാരീരിക സുഖങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവർ വിശ്വാസവീരന്മാരാണ്. അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് ഈ കഷ്ടതകൾ നിറഞ്ഞ ഈ ലോകത്തിൽ അവർ നേരിടേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനത്തോളം സഹിച്ചു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞത്. വിശ്വാസത്തിൻ്റെ മറ്റൊരു മുഖമാണത്. നാം ചിലപ്പോൾ ദൈവത്തിൽ ആഴമായ വിശ്വാസം ഉള്ളവരാണെങ്കിൽ പോലും ചിലപ്പോൾ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം.
നമ്മുടെ വിശ്വാസത്തിന് സ്ഥിരതയുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഒരുപക്ഷെ നീക്കുപോക്കുകൾ നൽകിത്തരാതെ ഈ അവസ്ഥയിൽ ജീവിക്കുവാൻ അനുവദിക്കുന്നു എങ്കിൽ നാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി തുടർന്നാൽ മാത്രമേ അവസാനത്തോളം നമുക്ക് സഹിച്ചു നിന്ന് ജയം പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. വാസ്തവത്തിൽ വിശ്വാസവീരന്മാർക്ക് ഈ ലോകം ഒരിക്കലും യോഗ്യമായിരുന്നില്ല. വിശ്വാസത്താൽ വൻ കാര്യങ്ങൾ ചെയ്തവർ മാത്രമല്ല, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് ജീവിതത്തിൽ അടിച്ചുയർന്ന എല്ലാ പ്രശ്നങ്ങളെയും സന്തോഷത്തോടെ സഹിച്ചവരും നമുക്ക് ചുറ്റും സാക്ഷികളായിട്ട് നിൽക്കുകയാണ്. വിശ്വാസത്താൽ അത്ഭുതങ്ങൾ ചെയ്തവരും അമാനുഷികമായ കാര്യങ്ങൾ പ്രവർത്തിച്ചവരും വിശ്വാസത്താൽ എല്ലാ കഠിന ശോധനകളും സന്തോഷത്തോടെ സഹിച്ചവരും നമുക്ക് നൽകിത്തരുന്നൊരു സന്ദേശമുണ്ട്. നാം ഏറ്റുപറയുന്ന വിശ്വാസം, നാം കണ്ടെത്തിയ വിശ്വാസം, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, അത് കുറേ നാളത്തേക്ക് മാത്രം സൂക്ഷിക്കുവാനുള്ളതല്ല, ലോകാവസാനം വരെ. എന്നാണോ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് അന്നുവരെ മുറുകെ പിടിക്കുവാനുള്ളതാണ്. അങ്ങനെ മുറുകെ പിടിക്കുവാൻ നമുക്കേവർക്കും ദൈവം കൃപ തരട്ടെ. സ്വർഗീയ പിതാവേ, ജീവിതത്തിൽ ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും സുഖമാണെങ്കിലും അസുഖമാണെങ്കിലും സാഹചര്യങ്ങൾ വ്യത്യാസം ഏതെല്ലാം നിലകളിൽ വന്നാലും അവിടെയെല്ലാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി നിൽക്കുവാൻ ഏവർക്കും കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ.